നമ്മള് സ്വയംഭൂ ടെമ്പിൾ അഥവാ മങ്കി ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹിൽ സ്റ്റേഷൻ ആണ് ഇത്. സ്വയംഭൂനാഥ് ടെമ്പിൾ ആണ്. സ്റ്റെപ്പ് കുറേ കയറാനുണ്ട്. നേപ്പാളിലെ കാഠ്മണ്ഡു താഴ്വരയിൽ ഒരു കുന്നിന്റെ മേലെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ബുദ്ധമത കേന്ദ്രമാണ് സ്വയംഭൂനാഥ് ടെമ്പിൾ. ഒരുപാട് ചെറിയ ക്ഷേത്രങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇത്. മങ്കി ടെമ്പിൾ എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. ക്ഷേത്രത്തിൽ ജീവിക്കുന്ന കൊരങ്ങന്മാര് മൂലമാണ് ഇങ്ങനെ ഒരു പേര് കിട്ടിയത്. ഈ കൊരങ്ങന്മാരെ പവിത്രമായ ജീവിയായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇത്. സ്വയംഭൂ എന്ന വാക്കിനർത്ഥം സ്വയം ആവിർഭവിച്ചത് എന്നാണ്. അനാദ്യന്തമായ സ്വയം അസ്തിത്വമുള്ള ജ്യോതിയിൽ നിന്നാണ് ഈ പേര് വന്നത്. ഈ ജ്യോതിയിലാണ് പിന്നീട് സ്വയംഭൂനാഥ സ്തൂപം പണിതീർത്തത് എന്നാണ് വിശ്വാസം. സ്വയംഭൂ പുരാണം അനുസരിച്ച് ഈ താഴ്വര ഒരു കാലത്ത് അതിബൃഹത്തായ ഒരു തടാകമായിരുന്നു. മങ്കി ടെമ്പിളിന്റെ മുകളിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ കാഠ്മണ്ഡു താഴ്വരയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു പനോരമിക് വ്യൂ കൂടി നമുക്ക് ലഭിക്കും. ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ശിലാലിഖിതങ്ങൾ വെച്ച് ഇത് 5-ാം നൂറ്റാണ്ടിലാണ് പണി തീർത്തതെന്ന് കണക്കാക്കപ്പെടുന്നു. ആദ്യമായിട്ട് വരുന്നതാണെങ്കിലും 80 കിഡ്സിനും 90 കിഡ്സിനും ഈ സ്ഥലം മുമ്പ് കണ്ടു പരിചയമുള്ളതുപോലെ തോന്നും. അതെ, നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ അക്കോസേട്ടനും അപ്പുക്കുട്ടനും ഉണ്ണിക്കുട്ടനും ഓടി നടന്ന സ്ഥലം. യോധ സിനിമയിലെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരിടം കൂടിയാണ് ഇത്. ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ ഒത്തിരി വലുതായിട്ടുണ്ടാകും. അശ്വതിയെ കല്യാണം കഴിച്ച് അക്കോസേട്ടൻ നേപ്പാളിൽ തന്നെ സെറ്റിൽ ആയിട്ടുണ്ടാവോ, അതോ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടാവോ? ദമയന്തി അപ്പുക്കുട്ടനെ കെട്ടിയോ ആവോ?